ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് കേക്കാണ് കേട്ടോ. മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം മീഡിയം സൈസുള്ള 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ സവാള വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ വീഡിയോ ഓണാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ആ ക്ലിപ്പ് കിട്ടിയില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നത് അത് ഓഫിലായിരുന്നു. അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചിക്കൻ മസാല എന്നിവ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ ആ ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൈദ ഒക്കെ നന്നായി മിക്സ് ആവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ മൈദയും മുട്ടയും പാലൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫിൻ്റെ നേരത്തെ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ബീഫിൻ്റെ മിക്സൊക്കെ നമ്മൾ ഇതിലോട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അത് കുക്ക് ചെയ്തെടുക്കുന്നത് അതിലോട്ട് നന്നായി എണ്ണയൊക്കെ തടവി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പോളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു പാനിൻ്റെ മുകളിലായിട്ടാവണം കേട്ടോ ഇത് വെച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. അതിനുശേഷം ഒന്ന് കുക്കായി വന്നതിന് ശേഷം മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബീഫ് കേക്കൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്, ഇഫ്താറിനൊക്കെ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.